കൃത്രിമ രേഖകൾ ചമച്ച് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത 2 പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ കേസ്. കണ്ണൂർ മയ്യിൽ പോലീസാണ് കേസെടുത്തത്. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് അനധികൃതമായി പാസ്പോർട്ട് കണ്ടെത്തിയത്. മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുകയാണ്. മിഥുനെ, ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഈ 2 പാക് പൗരന്മാർ വർഷങ്ങളായി തന്നെ കണ്ണൂരിൽ ജീവിച്ചു എന്നതാണല്ലോ. അപ്പോൾ വർഷങ്ങളായി ജീവിച്ച് ഇവർ അനധികൃതമായി പാസ്പോർട്ടും മറ്റ് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും നേടിയെടുത്തിരിക്കുകയാണല്ലോ. ഇപ്പോഴാണോ ഇത് സംസ്ഥാന പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ വിഷയം? തീർച്ചയായും ഗൗതം, വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കൃത്രിമമായി രേഖകൾ ചമച്ചുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് നേടിയ 2 പാക് പൗരന്മാർക്കെതിരെയാണ് ഇപ്പോൾ കണ്ണൂർ മയ്യിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പാസ്പോർട്ട് നേടിയെന്ന് കണ്ടെത്തിയ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. അവർ തന്നെ മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം കൈമാറുകയും തുടർന്ന് മയ്യിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 2 പാക് പൗരന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ 2 പാക് പൗരന്മാരുടെയും അച്ഛൻ, പിതാവ് ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ കച്ചവടം ചെയ്യാൻ പോയതാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ വെച്ച് ഒരു പാകിസ്ഥാൻ പൗരയെ കണ്ടുമുട്ടുകയും അവരെ വിവാഹം കഴിക്കുകയും അതിൽ 2 മക്കൾ ഉണ്ടാവുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അവർ തിരികെ കേരളത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് ഈ 2 മക്കൾ പാകിസ്ഥാൻ പൗരയായ ഉമ്മയുടെ പാസ്പോർട്ട് നമ്പറിലാണ് കേരളത്തിലേക്ക് വരുന്നത്. വന്ന് ഏറെ കാലമായി ഇവിടെ താമസിച്ച് വരികയായിരുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ താമസിക്കുന്ന സമയത്ത് ലോങ് ടേം വിസ, അതായത് LTV വഴിയാണ് ഇവിടെ ഇതര രാജ്യത്തു നിന്നുള്ള ആളുകൾ താമസിക്കുക. അതായത് ലോങ് ടേം വിസ എടുത്ത് ഇവിടെ നിൽക്കുകയാണ് ചെയ്യുക. അത് ആഭ്യന്തര വകുപ്പാണ് അനുവദിച്ച് നൽകാറുമുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് ലോങ് ടേം വിസയുടെ അപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവർ തങ്ങൾ നേടിയ വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ച് പാസ്പോർട്ട് നേടുന്നൊരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, അതിൽ രണ്ടാമത്തെ ആൾ, അത് 2 മക്കളാണുള്ളത്, രണ്ടാമത്തെ ആൾ ഇതേ പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. തുടർന്നാണിത് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയും ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് അടക്കം പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്തടക്കം ഈ കുടുംബം അടക്കം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പൗരന്മാരെ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് പറഞ്ഞാണ് സ്കൂളിൽ ചേർത്തത്. വ്യക്തമാണ്. അതായത് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന ഘട്ടത്തിൽ 10ാം ക്ലാസ് ഇവർ പാസ്സാകുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ബുക്കിനകത്ത് വരെ ഇന്ത്യൻ പൗരന്മാരെന്ന് കൃത്രിമമായി എഴുതി ചേർത്തു. ഞാൻ മിഥുനിലേക്ക് മടങ്ങി വരാം. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാണ്. ടീച്ചർ, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കണ്ണൂരിലാണ് സംഭവിച്ചിരിക്കുന്നത്. കൃത്രിമ രേഖ ചമച്ച് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തിരിക്കുകയാണ് 2 പാക് പൗരന്മാർ. ഇവര് വർഷങ്ങളായി തന്നെ കണ്ണൂരിൽ ജീവിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ടീച്ചർ, എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? കണ്ണൂരിൽ ചില കേന്ദ്രങ്ങളിൽ എന്തും നടക്കും എന്നുള്ളത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. കൈവെട്ട് കേസിലെ പ്രതി 10 വർഷമല്ലേ അവിടെ പെണ്ണും കെട്ടി കുട്ടികളുമായിട്ട് നിന്നത്. ഒളിഞ്ഞ് അതും ആരും അറിഞ്ഞില്ല. അത്രയും കേരളത്തിൽ തന്നെയുള്ള ഒരു കേസിലെ പ്രതി 10 വർഷം അവിടെ ഒളിച്ചു താമസിച്ചിട്ടും ആരും അറിഞ്ഞില്ല. അപ്പൊ പിന്നെ ഇത്തരത്തിലൊരു പാകിസ്ഥാൻ പൗരനൊക്കെ അവിടെ എന്തും ചെയ്യാൻ പറ്റും. കാരണം സഹായിച്ചു കൊടുക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഏത് രേഖയും ഉണ്ടാകും. എല്ലാ സർക്കാർ സംവിധാനങ്ങളും അവിടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പാകിസ്ഥാൻ പൗരന്മാർക്ക് അനുകൂലമായ മനസ്സുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഭരണ സ്വാധീനം ഒക്കെ വരുമ്പോൾ ഏത് തരത്തിലുള്ള രേഖകളും കൃത്രിമമായി ചമച്ചെടുക്കാൻ സാധിക്കും. ഇതൊക്കെ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് എത്രമാത്രം ഭീഷണിയാണ് എന്നുള്ള രാഷ്ട്രം എന്ന കാഴ്ചപ്പാട് ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള അപകടങ്ങൾ പറ്റുന്നത്. അപ്പൊ ഇവർ ഇത്രയും കാലം ഇവിടെ താമസിച്ച് എത്ര പരിശോധനകൾ ഇതൊക്കെ കഴിഞ്ഞതിലൊന്നും ഇവരിത് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാല്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ട അടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെ കഴിഞ്ഞിട്ടൊന്നും എവിടെയും ശ്രദ്ധിക്കപ്പെട്ടില്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് ആകട്ടെ, അല്ലെങ്കിൽ ആധാർ, എവിടെയും പിടിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായ ഒരു ഈ കള്ളരേഖ ചമയ്ക്കൽ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അപ്പൊ കേവലം അവർക്കിവിടെ താമസിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതിനപ്പുറത്ത് മറ്റെന്തോ വലിയ ലക്ഷ്യം, രാഷ്ട്രവിരുദ്ധമായ എന്തോ കാര്യത്തിന് വേണ്ടിയായിരിക്കാം ഇത്തരത്തിലുള്ള ഈ എല്ലാ ഒരുക്കങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാലോചിക്കുമ്പോഴാണ് നമുക്ക് ഭയം തോന്നുന്നത്. ബംഗ്ലാദേശി പൗരന്മാരാകാം, പാകിസ്ഥാൻ പൗരന്മാരാകാം, ഇവിടെയൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ആളുകളെ നമ്മൾ പിടിക്കണത്. അത് പിടിക്കുമ്പോൾ തന്നെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്യൂ വരുമ്പോൾ ചെയ്യുന്നത് ഒഴിച്ചാൽ വളരെ ഗൗരവമായി ഇത്തരം കാര്യത്തിൽ കണ്ടെത്തി ഇവരെ പുറത്താക്കേണ്ടെന്ന ഒരു സംവിധാനം, അങ്ങനെ ഒരു ഡ്രൈവ് അത്തരത്തിൽ ഒരിക്കലും കേരള സർക്കാരിന് സാധിക്കുന്നില്ല. അത് പറയുമ്പോൾ അതെന്തോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതാണ് CAA വേണ്ടിയാണുള്ള ഇവർ നിന്ന്. CAA എതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി വാദിച്ച ഒരു സംസ്ഥാനം കേരളമാണ്.
കേരളത്തിൽ നടന്ന സമരങ്ങളോളം ഒരുപക്ഷെ മറ്റെവിടെയും നടന്നിട്ടുണ്ടാവില്ല. എന്തിനു വേണ്ടിയായിരുന്നു? ഇതേപോലുള്ള പാകിസ്ഥാൻ പൗരന്മാരെ അല്ലെങ്കിൽ ബംഗ്ലാദേശി പൗരന്മാരെ അവരെ ഈ നാട്ടിനകത്ത് നിർത്തുകയും ഈ നാടിന്റെ സ്വസ്ഥതയും സമാധാനവും തകർക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴെങ്കിലും കണ്ടെത്തിയല്ലോ എന്ന് ആശ്വസിക്കാനേ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ശശികല ടീച്ചറാണ്, ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. വീണ്ടും മിഥുൻ പിള്ളയിലേക്ക് പോവുകയാണ്. മിഥുൻ, എത്ര കാലമായി ഈ രണ്ടുപേർ കണ്ണൂരിൽ താമസിക്കുന്നുണ്ടാകും? കാരണം നേരത്തെ മിഥുൻ പറഞ്ഞല്ലോ, കണ്ണൂർ സ്വദേശി പാകിസ്ഥാനിൽ പോകുന്നു, അവിടെ വിവാഹം കഴിക്കുന്നു, അവർക്ക് 2 കുട്ടികളുണ്ടാകുന്നു. അതിനുശേഷം ഈ രണ്ടുപേരുടെ പ്രായം ഏകദേശം എത്രയായിരിക്കും എന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് പറയാൻ സാധിക്കുമോ മിഥുൻ? വയസ്സും മറ്റു ഗൗതം, ഒരാൾക്ക് 28 വയസ്സും മറ്റൊരാൾക്ക് 24 വയസ്സുമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ ഉമ്മ പാകിസ്ഥാൻ പൗരയാണ്. അവരുൾപ്പെടെ ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്നുണ്ട്. അവർ നിയമപ്രകാരം തന്നെയാണ്, അതായത് ലോങ് ടേം വിസ എടുത്തുകൊണ്ട് തന്നെയാണ് അവരിവിടെ താമസിക്കുന്നത്. സ്വാഭാവികമായും ഈ 2 കുട്ടികൾക്കും 2 പേർക്കും ഈ ലോങ് ടേം വിസ എടുത്ത് അത് ആഭ്യന്തര വകുപ്പ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അനുമതി കൊടുത്താൽ മാത്രമേ അവർക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ. ആ അപേക്ഷ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇവർ ഈ തങ്ങൾ നേടിയെടുത്ത വ്യാജ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് നേടിയെടുത്തതെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഒരു തരത്തിലും പാസ്പോർട്ട് ഒരു പൗരത്വ രേഖയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ ഒരു സംഭവം കൂടി വന്നു ചേർന്നിരിക്കുന്നത്. കാരണം വ്യാജരേഖകൾ ചമച്ച് പാസ്പോർട്ട്, ഇപ്പോൾ വിദേശത്തു നിന്നുള്ള ഒരാൾക്ക് പോലും ഇവിടെ വ്യാജരേഖകൾ ചമച്ച് പാസ്പോർട്ട് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പൗരത്വ രേഖയായിട്ട് പരിഗണിക്കും? സ്വാഭാവികമായും ഈ പൗരത്വ രേഖയായിട്ട് ഇതിനെ പരിഗണിച്ചാൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ പൗരന്മാർക്കൊക്കെ പൗരത്വം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി രാജ്യത്തുണ്ടാകുമെന്ന കാര്യം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ പാസ്പോർട്ടിനെ പൗരത്വ രേഖയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടെടുത്തതെന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ഈ 2 പേർക്കെതിരെ 2 FIR ആണ് മയ്യിൽ പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില വകുപ്പുകളുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 336(2) പ്രകാരം വ്യാജ രേഖ ചമയ്ക്കൽ, പാസ്പോർട്ട് നിയമത്തിലെ സെക്ഷൻ 12(1)A പ്രകാരം ഇന്ത്യൻ പൗരനല്ലാത്ത വ്യക്തിയും അവരുടെ ദേശീയതയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് നേടിയെന്ന ഗുരുതരമായ കുറ്റവും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. 2025 ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് സെക്ഷൻ 22 പ്രകാരം ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിനോ താമസിക്കുന്നതിനോ പുറത്തു കടക്കുന്നതിനോ വ്യാജമായി നേടിയ പാസ്പോർട്ട് ഉപയോഗിച്ചു തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ 2 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഏറെ വൈകി ഈ പാസ്പോർട്ട് എടുത്തിരിക്കുന്നത് 2019 എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 2019 പാസ്പോർട്ട് എടുത്തതിന് ശേഷം ഏതാണ്ട് 6-7 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നത് കൂടി, ഈ കൂട്ടത്തിൽ ഒരാൾ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഏതായാലും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം നടന്നു വരികയാണ്. അതേസമയം ഈ പിതാവ്, ഈ 2 പേരുടെയും പിതാവ്, അദ്ദേഹം പാകിസ്ഥാനിൽ പോയിരുന്നു. അദ്ദേഹവും ഈ പാക് പൗരത്വം സ്വീകരിച്ചു എന്ന കാര്യത്തിലടക്കം പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. അതെല്ലാം വളരെ ഗുരുതരമായ സംഭവം തന്നെയാണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞ വാദത്തിൽ ഉൾപ്പെടെ വളരെ പ്രസക്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൂടെ നിന്നുകൊണ്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാകാനുള്ള സാധ്യതയില്ല. കാരണം മലപ്പുറം പോലുള്ള ജില്ലകളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ സാധാരണയായി നടക്കുന്നുണ്ട്. കാരണം മലപ്പുറത്തൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഈ വിഭജന കാലത്തൊക്കെ പാകിസ്ഥാനിലേക്ക് പോകുകയും പിന്നീട് അവർ അവിടെ വിവാഹം കഴിച്ച് തിരിച്ച് മലപ്പുറത്തേക്കൊക്കെ വന്ന് സെറ്റിലാവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. ഒരുപക്ഷെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ണൂരിലെ ഈ പർട്ടിക്കുലർ ഇഷ്യൂ കണ്ടെത്തിയത് കൊണ്ട് ഇതൊരു വാർത്തയാകുന്നു, അങ്ങനെയും അനുമാനിക്കേണ്ടേ? തീർച്ചയായും ഇത് ഏറെ വൈകി എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു പാകിസ്ഥാൻ പൗരൻ, നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർ താമസിക്കുന്നത് പോലെ പാകിസ്ഥാൻ പൗരന്മാർ വന്ന് താമസിക്കുന്ന സമയത്ത് രഹസ്യാന്വേഷണ വിഭാഗം അടക്കം കൃത്യമായ പരിശോധനകളൊക്കെ നടത്തേണ്ടതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കുറച്ച് വൈകി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 2019 ഇവർ ഈ പാസ്പോർട്ട് നേടുന്നു. പാസ്പോർട്ട് നേടിയതിനു ശേഷം 2026 ഈ കാര്യത്തിൽ ഇവർ യാത്ര ചെയ്തു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു കേസ് വരികയും ചെയ്യുന്നത്. ഗൗതം പറഞ്ഞ പോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് ഇത്തരത്തിൽ ആളുകൾ വന്നിട്ടുണ്ടാകാം. അവരൊക്കെ തന്നെ നമുക്കറിയാം, നേരത്തെ ഈ ബംഗ്ലാദേശിൽ നിന്നടക്കം ആളുകൾ ഇവിടെ വന്ന് ഇന്ത്യയുടെ ആധാർ കാർഡും അതുപോലെ തന്നെ മറ്റ് രേഖകളൊക്കെ സ്വന്തമാക്കിയ ശേഷം പൗരത്വം നേടാനുള്ള ശ്രമം അടക്കം ബംഗാളിലടക്കം നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യം ഒരുപാട് ആളുകൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ ഒരു നിമിഷം പറയാൻ സാധിക്കുന്നത്. ഗൗതം.
ഓക്കെ മിഥുൻ, എന്തായാലും വ്യക്തമാണ്. വളരെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള റിപ്പോർട്ട് ചെയ്തത്. കൃത്യമായ രേഖകൾ ചമച്ച് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് രണ്ട് പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ മയ്യിൽ പോലീസാണ് ഈ അനധികൃത രേഖകളും മറ്റും ഉണ്ടാക്കി പാസ്പോർട്ട് എടുത്ത പാക് പൗരന്മാർക്കെതിരെ പോലീസ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ പാസ്പോർട്ട് എന്നത് ഒരു രേഖയല്ല, അതായത് പൗരാവകാശം കാണിക്കുന്നതിന് വേണ്ട രേഖയല്ല എന്ന നിലപാട് അടുത്ത കാലത്ത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇത്തരം വിഷയങ്ങളാണ്. കാരണം പലപ്പോഴും പാക് പൗരന്മാർ കേരളത്തിലെ പല ജില്ലകളിലുമുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ രീതിയിൽ അനധികൃതമായി പാസ്പോർട്ടുകളും മറ്റും കൈവശം വെച്ച് പിന്നീട് ഇന്ത്യൻ പൗരന്മാരാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങളുമായി ചേർന്നത്.